മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കീം, NDA, JEE തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കുള്ള സ്പെഷ്യൽ എപ്പിസോഡാണിത്. ഇത്തരത്തിലുള്ള 4ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സ്ട്രൈറ്റ് ലൈൻ എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ്, ഹൗ ടു ഫൈൻഡ് ഇമേജ് ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ലൈൻ, ഒരു പോയിന്റിന്റെ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു എ ലൈൻ എങ്ങനെ കണ്ടെത്താമെന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എങ്ങനെ കണ്ടെത്താമെന്നും +1 നിങ്ങൾ മനസ്സിലാക്കി. പക്ഷെ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ 2 പ്രോബ്ലവും ഷോർട്ട് കട്ട് മെത്തേഡിൽ കൂടി എങ്ങനെ കണ്ടെത്താം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല നോക്കിക്കോളൂ. വി ഹാവ് ടു ഫൈൻഡ് ഇമേജ് ഓഫ് ദിസ് പോയിന്റ്. ആ പോയിന്റ് എന്താണ്? x1, y1 with respect to this line. ആ ലൈനിന്റെ ഇക്വേഷൻ ax plus by plus c equal to 0 എന്തായിരിക്കും? ഈ പോയിന്റിന്റെ ഇമേജ്, മിറർ ഇമേജ് എന്ന് പറയുന്നത് കറക്റ്റ് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതേ ഡിസ്റ്റൻസിൽ ഇപ്പൊ ഇവിടെയുള്ള പോയിന്റ്, ഈ പോയിന്റ് എ ആണെങ്കിൽ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എന്ന് പറയുന്ന പോയിന്റ്. അതെന്തെന്നിരിക്കട്ടെ? h, k. എന്താണ്? x1, y1 എന്ന് പറയുന്ന പോയിന്റിന്റെ മിറർ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ ഈസ് എന്താണ്? h, k. എങ്കിൽ ഈ h ഉം k യും എങ്ങനെ കണ്ടെത്താം? ഫോർമുല, ഷോർട്ട് കട്ട് ഫോർമുല. കണ്ട് പേടിക്കേണ്ടെന്ന് ആവശ്യമില്ല. വെരി സിമ്പിൾ. h minus x1 by a. എന്താണ്? h minus x1 by a. a എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൈനിലെ x ന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ടു k minus y1 by എന്താണ്? b. രണ്ടാമത്തത് k minus y1 by എന്താണ്? y യുടെ കോഎഫിഷ്യന്റ്, y കോർഡിനേറ്റ്, അങ്ങനെയൊക്കെ ചിന്തിക്കാം. k minus y1 by b ഈക്വൽ ടു -2 into നമ്മുടെ ലൈൻ ഉണ്ടല്ലോ, അതിൽ x നും y ക്കും എന്ത് കൊടുക്കുക? ഈ പോയിന്റ്. -2 into ax1 plus by1 plus c by s square plus b square. എയും ബിയും എന്താണെന്ന് അറിയാമല്ലോ, കോഎഫിഷ്യന്റ് ഓഫ് എക്സും കോഎഫിഷ്യന്റ് ഓഫ് വൈയും. ഇപ്പോൾ തന്നെ ഫോർമുല പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. h minus x1 by a equal to k minus y1 by b equal to -2 into a line ax എന്താണ്? ax1 plus by1 plus c by എന്താണ്? s square plus b square. ഇങ്ങനെയാണ് ഇമേജ് കണ്ടെത്തുന്നത്. ഇനി മറ്റൊന്നുണ്ട്, ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഈ കഥ കഴിഞ്ഞു. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പോയിന്റ് എന്തെന്നിരിക്കട്ടെ? പി. എന്താണ്? ഈ പോയിന്റ് x1, y1 ൽ നിന്ന് ax plus by plus c equal to 0 എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലർ ഈ ലൈനിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. എങ്കിൽ ആ പോയിന്റ് h, k എന്നിരിക്കട്ടെ. ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണുന്ന ഫോർമുല, ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഇതെന്തായിരുന്നു? ഇമേജ് കാണാനുള്ള ഫോർമുലയായിരുന്നു ഇത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് പഠിപ്പിക്കുന്നത്. വെരി സിമ്പിൾ. ഇതറിയാമെങ്കിൽ ഇതും സിമ്പിൾ. ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഈസ് എന്താണ്? അഗൈൻ മേളത്തെ അതേ ഫോർമുല, h minus x1 by a equal to k minus y1 by b equal to, നേരത്തെ എന്തായിരുന്നു? -2 into, ഇവിടെ 2 വേണ്ട, ബാക്കിയുള്ളത് എഴുതുക. മൈനസ് ബാക്കി ബ്രാക്കറ്റിനകത്തുള്ളത് ax1 plus by1 plus c by എന്താണ്? s square plus b square. ഇമേജ് കാണുമ്പോൾ എന്ത് വരും? -2 വരും. ഇവിടെ എന്ത് വരും? ആ 2 വരത്തില്ല. മൈനസ് ഓഫ് ax1 plus by1 plus c by എന്താണ്? s square plus b square. ഈ ഇക്വേഷനും ഇതും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് h ന്റെ വാല്യൂ കാണുക. ഇതും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? k യുടെ വാല്യൂ. അങ്ങനെയാണ് h ന്റെയും k യുടെയും വാല്യൂ കാണേണ്ടത്. അതുപോലെ തന്നെയാണ് അവിടെയും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ലെസ് ദാൻ 45 സെക്കൻഡ്സിൽ ഇമേജും ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ഫോർമുല അറിയാമെങ്കിൽ. ഒന്ന് പഠിച്ചാൽ മറ്റത് ഫ്രീ. Question. Find image of the point 3,8 with respect to the line x plus 3y minus 7 equal to 0. ഈ പോയിന്റിന്റെ ഇമേജ് കാണണം. ആ പോയിന്റ് എന്താണ്? a 3,8 എന്ന് കൊടുത്തു. വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ, ഈ ലൈൻ വരച്ചു. ആ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? x plus 3y minus 7 equal to 0. ഇതിന്റെ ഇമേജ്, അതായത് ഈ ഡിസ്റ്റൻസിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയിന്റ്, അതെന്തെന്നിരിക്കട്ടെ? ബി. അതെന്തെന്നിരിക്കട്ടെ? h, k. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ പോയിന്റിന്റെ ഇമേജ് ബി. ബി എന്ന് പറഞ്ഞാൽ എന്തെന്ന് അസ്യൂം ചെയ്തു? h, k. അത് കാണുന്ന ഫോർമുലയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഫോർമുലയ്ക്കകത്ത് ആരുണ്ട്? x1, y1, a, b, c. ആ ഡാറ്റ സാധ്യം എടുത്തെഴുതുക. തന്നിട്ടുള്ള പോയിന്റ് ആണ് x1, y1. സോ x1 equal to 3,
y1 equal to എന്താണ് 8. നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഫോം ax plus by plus c കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം a equal to x ന്റെ കോഎഫിഷ്യന്റ് that is 1, y യുടെ കോഎഫിഷ്യന്റ് ആണ് b that is 3, അടുത്ത കോൺസ്റ്റന്റ് ടേം that is c അതെന്താണ് -7. ഇനി അടുത്തെന്താണ്? ഈ ഫോർമുല മനസ്സിലേക്ക് വരണം. ഫോർമുല എന്ന് എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഇത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ്. മനസ്സിൽ ഫോർമുല വന്നു. എന്താണ്? h minus x1 എന്താണ് 3 by a എന്ന് പറഞ്ഞാൽ 1 equal to k minus y1 that is 8 by b that is 3 equal to -2 into simplify എഴുതുക ax1 a 1 into x1 3 plus by1 3 into 8 24 അടുത്തെന്താണ്? പ്ലസ് c എന്ന് പറഞ്ഞാൽ -7 by s square plus b square s square 1 square 1 plus b square 3 square എന്താണ് 9. ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. എന്ത് കിട്ടും? 24 3 27 20 20 -2 -40 by താഴെ എന്താണ് 10 that is -4 എന്ന് കിട്ടും. -40/10 എന്ത് കിട്ടി? -4. ഇനി ഇതാ ഇതും ലാസ്റ്റും ഇക്വേറ്റ് ചെയ്യുക. ഇത് ഈക്വൽ ടു അതല്ലേ? അതായത് h - 3/1 ഈക്വൽ ടു എന്താണ്? -4. h ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. h ഈക്വൽ ടു ഇത് -4 1 into -4 ഇത് അപ്പുറത്തോമ്പോ +4 -4 plus 3 -4 plus 3 എന്ന് പറഞ്ഞാൽ എന്താണ്? -1. h കിട്ടിയില്ലേ? സിമിലർലി ഇതും ആയിട്ട് വീണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഇത് റേഷ്യോ ആണല്ലോ ഇക്വേഷൻ. സോ k - 8/3 ഈക്വൽ ടു അവിടെ എന്തായിരുന്നു? -4. k - 8 ഈക്വൽ ടു -12 3 into അല്ലേ? അടുത്ത k ഈക്വൽ ടു എന്ത് കിട്ടി? -12 plus 8 that is -4. അതായത് ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? h, k. Therefore image of the point is എന്താണ്? -1, -4 ഇതാണ് ഫോർമുല. ഇത് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് 45 സെക്കൻഡിൽ താഴെയുള്ള സമയത്തിനകത്ത് ഇമേജ് കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കണം. Question: Find foot of the perpendicular to the point -1, 3 to the line 3x minus 4y minus 16 equal to 0. We have to find foot of the perpendicular from this point to this line. ഈ പോയിന്റ് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്തു a എന്ന് പറഞ്ഞു. ആ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ അതിന്റെ ഫുട്ട് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ് കണ്ടെത്തേണ്ടത്. ആ പോയിന്റ് എന്തായിരിക്കട്ടെ? b that is h, k. That means again we have to find values of h and k. ഇമേജ് കാണുന്ന ഫോർമുല മനസ്സിലായി കഴിഞ്ഞു എങ്കിൽ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ വെരി സിമ്പിൾ. നേരത്തെ 2 അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലെ? നേരത്തെ ഇവിടെ എന്തായിരുന്നു? -2 into ഇവിടെ ജസ്റ്റ് മൈനസ് ഓഫ് ആ 2 അങ്ങ് കളയുമ്പോൾ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണാനുള്ള ഫോർമുലയായി. അപ്പൊ ഇമേജും ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലറും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഫോർമുലയാണ്. സോ ഈ ഫോർമുല എഴുതി കഴിഞ്ഞു ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണുന്നത്. അപ്പൊ ഇവിടെയുള്ള ഡാറ്റാസ് എടുത്തെഴുതുക. x1 equal to y x കോർഡിനേറ്റ് എന്താണ്? -1. y1 equal to y കോർഡിനേറ്റ് that is 3. ഇനി a എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഫോമുമായി കമ്പയർ ചെയ്യുമ്പോൾ x ന്റെ കോഎഫിഷ്യന്റ് 3, b എന്ന് പറഞ്ഞാൽ -4, c എന്ന് പറഞ്ഞാൽ എന്താണ്? -16 കോൺസ്റ്റന്റ്. ഇനി നേരെ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. h minus x1 that is -1 മൈനസും +1 by a എന്ന് പറഞ്ഞാൽ 3 equal to k minus y1. k എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, അറിയത്തില്ല, അതല്ലേ കാണേണ്ടത് അല്ലെ? k minus y1 that is 3 by എന്താണ്? b that is -4 equal to മൈനസ് ഇമേജ് വരികയാണെങ്കിൽ -2 into ഇവിടെ 2 വേണ്ട, അത്രയേ ഉള്ളൂ ഫോർമുല. ax1 a into x1 3 into -1 -3 plus b into y1 -4 into 3 -12. അടുത്തെന്താണ്? പ്ലസ് c എന്ന് പറഞ്ഞാൽ -16 by s square plus b square 3 square 9 plus 4 square -4 ന്റെ സ്ക്വയർ 16. ഇവനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. എന്ത് കിട്ടും? -12 -15 -31 മൈനസും പ്ലസ് 31 by 16 plus 9 that is എന്താണ്? 25. ഇനി എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞതുപോലെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോ h plus 1 by 3 equal to 31/25. കഴിഞ്ഞ പ്രോബ്ലത്തിൽ സിംപ്ലിഫിക്കേഷൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഇവിടെ ചെറിയൊരു പണി വരും. ഫസ്റ്റ് ആയിട്ട് ചെയ്യുക. സോ h plus 1 equal to
h plus 1 equal to cos multiply 31 into 3 that is 93 by എന്താണ് 25 h equal to എന്താണ് 93 by 25 minus 1 simplify ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കിട്ടും അതാണ് h ന്റെ വാല്യൂ similarly k minus 3 by minus 4 equal to again 31 by 25 that is k minus 3 equal to 31 into 4 120 124 minus 124 by എന്താണ് 25 ഇനി എന്താണ് k equal to ഈ minus 3 അപ്പുറത്തെടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും k യുടെ വാല്യൂ കിട്ടും സിംപ്ലിഫൈ ചെയ്തോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും h equal to 93 by 25 minus 1 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 68 by 25 എന്ന് കിട്ടും അതുപോലെ k minus 3 equal to this one k equal to minus 124 by 25 plus 3 അത് ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ minus 49 by എന്ത് കിട്ടും 25 അതായത് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്തെന്നാണ് അസ്യൂം ചെയ്തത് h, k that is 68 by 25 minus 49 by 25 ഇത്തരം ഫ്രാക്ഷൻസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുക വിത്തൗട്ട് യൂസിംഗ് കാൽക്കുലേറ്റർ സോ ഇമേജ് എങ്ങനെ കണ്ടെത്താം ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് ഇന്ന് പരിചയപ്പെട്ടത് തീർച്ചയായും +1 ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക അവിടെ ഇത്തരത്തിലുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഈ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യൂ ആൻസറിലേക്ക് എത്തൂ ഏതെങ്കിലും ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും മാറ്റമില്ല നെക്സ്റ്റ് ഡേ മറ്റൊരു പുതിയ ഓപ്ഷനുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ബൈ